വെളിപാട് 2:10 വചനം പറയുന്നു, മരണം വരെ വിശ്വസ്തനായിരിക്കുക, ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. അതെ, മരണം വരെ വിശ്വസ്തയായിരുന്നുകൊണ്ട് ഇന്ന് ജീവന്റെ കിരീടത്തിനായി വിളിക്കപ്പെട്ട നമ്മുടെ റൊസല്ലമ്മ ദൈവത്തിരുമുമ്പിലും സഭയിലും സമൂഹത്തിലും ഒരുപാട് നന്മകൾ ചെയ്ത് ആത്മീയതയുടെ സാക്ഷ്യ ജീവിതം കാഴ്ചവെച്ച് ഇന്ന് നിത്യമായി നമ്മോട് വിട വാങ്ങിയിരിക്കുകയാണ്. കിഴുപ്പിള്ളിക്കര ഇടവക ആലപ്പാട്ട് ആന്റണി മേരി ദമ്പതികളുടെ 9 മക്കളിൽ ഇളയ മകളായി 1940 നവംബർ 2 ജന്മമെടുത്ത ഈ കന്യകയുടെ ജ്ഞാനസ്നാന നാമം കൊച്ചുത്രേസ്യ എന്നായിരുന്നു. കർമ്മലയിലേക്കുള്ള തന്റെ വിളി തിരിച്ചറിഞ്ഞ കൊച്ചുത്രേസ്യ 1966 സിസ്റ്റർ റോസല്ല എന്ന പേര് സ്വീകരിച്ച് ആദ്യവ്രത വാഗ്ദാനം നടത്തി. 1971 മെയ് 3 നിത്യവ്രതാർപ്പണത്തിലൂടെ തന്നെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ചു. അധ്യാപനമായിരുന്നു സിസ്റ്ററിന്റെ പ്രധാന പ്രേക്ഷിത മേഖല. ഒരു നലം തികഞ്ഞ മിഷണറിയും നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററും കരകൗശല വേലയിൽ വിദഗ്ധയും കൂടിയായിരുന്നു നമ്മുടെ റൊസല്ലമ്മ. 26 വർഷത്തോളം ജബൽപൂർ, ഷഡോൾ, അശോക് നഗർ, ബീന, കട്നി എന്നീ മിഷൻ പ്രദേശങ്ങളിൽ വളരെ പ്രശംസനീയമായ രീതിയിൽ തന്നെ സിസ്റ്റർ തന്റെ മിഷണറി പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. അവിടുത്തെ കുഞ്ഞുമക്കളിൽ ദൈവത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ റൊസല്ലമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതിന് തെളിവാണ് മധ്യപ്രദേശത്ത് നിന്നും റൊസല്ലമ്മ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ മുതിർന്നപ്പോൾ റൊസല്ലമ്മയെ അന്വേഷിച്ച് ഇവിടെ എത്തി എന്നുള്ളത്. ഫാത്തിമ ഉള്ളൂർ, ക്വീൻ മേരീസ്, സാന്റ് ജോസ് എരുമപ്പെട്ടി, സെന്റ് പോൾസ് കുരിയച്ചിറ, സെന്റ് മേരീസ് തൃശൂർ, കൃപാതീർത്ഥം അമ്മാട്, മരീന ഹോം ചൂണ്ടൽ, സെന്റ് സേവിയേഴ്സ് ചേറൂർ, കാർമൽ കോൺവെന്റ് വലപ്പാട് എന്നിവിടങ്ങളിലുമായി സിസ്റ്റർ സുപ്പീരിയർ, കൗൺസിലർ, പ്രിൻസിപ്പൽ, വാർഡൻ എന്നീ നിലകളിൽ സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ചിട്ടുണ്ട്. കുരുന്നു മനസ്സുകളിൽ അക്ഷരത്തോടൊപ്പം ദൈവിക ഛായ പകർന്നു കൊടുക്കുന്നതിലും സിസ്റ്റർ സദാ ഉത്സുകയായിരുന്നു. നീണ്ട 59 വർഷങ്ങൾ അർപ്പിത ജീവിതം നയിച്ച ഈ സുഹൃത്തിനിക്ക് വ്രതാർപ്പണത്തിന്റെ കനക ജൂബിലി ആഘോഷിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. 9 വർഷക്കാലമായി ഈ തിരുഹൃദയ മഠത്തിൽ തന്റെ വിശ്രമ ജീവിതം നയിക്കവേ ശാരീരിക അസ്വസ്ഥതകൾ വർദ്ധിച്ചതിനെ തുടർന്ന് നടത്തിയ വിദഗ്ധ പരിശോധനയിൽ ലിവർ സിറോസിസ് ആണെന്ന് കണ്ടെത്തുകയും ചികിത്സകൾ ചെയ്തു വരികയുമായിരുന്നു. വീണ്ടും രോഗക്ലേശങ്ങൾ വർദ്ധിച്ചതിനാൽ കൂടുതൽ മെഡിക്കൽ കെയർ ലഭിക്കുവാനായി കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ചൂണ്ടൽ മരീന ഹോം മഠത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ 4 മാസത്തോളം ചികിത്സയിലായിരിക്കെ രോഗക്ലേശങ്ങളെല്ലാം ക്ഷമയോടെ സഹിച്ച് നിത്യസമ്മാനത്തിനായി ഇറങ്ങുകയും ബോധപൂർവം അന്ത്യകൂദാശകൾ സ്വീകരിക്കുകയും ചെയ്തു. ഇന്ന് പുലർച്ചെ 2 മണിക്കാണ് റൊസല്ലമ്മ ദിവ്യനാഥന്റെ പക്കലേക്ക് പറന്നുയർന്നത്. പ്രാർത്ഥനാ ചൈതന്യവും കൃത്യനിഷ്ഠയും അധികാരികളോടുള്ള വിധേയത്വവും പാവപ്പെട്ടവരോടുള്ള പ്രത്യേക പരിഗണനയും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും റൊസല്ലമ്മയിൽ തെളിഞ്ഞു നിന്നിരുന്നു. കൂടെ ആയിരിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുന്നതിൽ റൊസല്ലമ്മ പ്രത്യേകം താല്പര്യവും ശ്രദ്ധയും കാണിച്ചിരുന്നു എന്നത് ഞങ്ങൾ എന്നും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. രോഗാവസ്ഥയിലായിരുന്നിട്ടും കൊമ്പകെട്ട്, മരിച്ചവർക്കുള്ള റീത്തുണ്ടാക്കൽ എന്നീ ജോലികളിൽ സിസ്റ്റർ വ്യാപൃതയായിരുന്നു. തന്നെ ഏൽപ്പിക്കുന്ന ഏതൊരു കാര്യവും അതിന്റെ പൂർണ്ണതയിലും കൃത്യതയിലും ചെയ്യുക എന്നത് റൊസല്ലമ്മയുടെ സ്വഭാവ സവിശേഷതയായിരുന്നു. ഏവർക്കും പ്രചോദനാത്മകമായ ജീവിതശൈലി സ്വന്തമാക്കി കടന്നുപോകുന്ന റൊസല്ലമ്മയ്ക്ക് എല്ലാവരുടെയും പേരിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു, പ്രാർത്ഥനകൾ നേരുന്നു. കീഴ്പള്ളിക്കര ആലപ്പാട്ട് കുടുംബത്തിൽപ്പെട്ട കൊച്ചുത്രേസ്യ എന്ന് വിളിക്കപ്പെടുന്ന സിസ്റ്റർ റൊസല്ലയുടെ സ്വർഗീയയാത്രയുടെ അന്തിമ ദശയിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. ഞാനപ്പോൾ വിശ്വാസത്തിൻ്റെ ഉള്ളിലുള്ള ക്രിസ്റ്റോമിൽ അച്ഛന്മാരോട് പറഞ്ഞ് ഞാനിങ്ങനെ സിസ്റ്റർ റൊസല്ലയുടെ സംസ്കാര ശുശ്രൂഷയ്ക്ക് പോവുകയാണെന്ന്.
അപ്പൊ അവിടെ ആന്റണിയുടെ കാലത്ത് കീഴ്പുള്ളിക്കാരൻ അച്ഛൻ പോകും. അച്ഛൻ പറഞ്ഞു, ആ കൊച്ചുവേശിയാണ് നിങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞു. അച്ഛൻ വേറെ കാര്യങ്ങൾ പറഞ്ഞു, കൊച്ചുവേശിക്ക് 2 ചേച്ചിമാരും കൂടി സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നതാണ്. എനിക്കതിന് പുതിയ അറിവാണ്, നമുക്കൊക്കെ അറിയാൻ ഒരാളാണ്. അപ്പം സിസ്റ്ററുടെ ദേഹവിയോഗത്തിലെ കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകം അനുശോചനം അറിയിക്കുന്നു. നിർമ്മല പ്രോവിൻസിലെ എല്ലാ സിസ്റ്റേഴ്സിനും, പ്രത്യേകിച്ച് ഈ ഇടവമഠത്തിലെ സിസ്റ്റേഴ്സിനും സുപ്പീരിയർക്കും അനുശോചനം അറിയിക്കുന്നു. സിസ്റ്ററെ പറ്റി മിഷനറിയായി 26 കൊല്ലം വടക്കേന്ത്യയിൽ ജീവിച്ച ആള്, ആത്മീയ കാര്യങ്ങളിലൂടെ ശുഷ്കാന്തിയുള്ള ആള്, തന്റെ ദിനചര്യകളെ വളരെ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യുന്നയാള്, സമൂഹ ജീവിതത്തിൽ വളരെ പ്രതിബദ്ധതയോടെ പെരുമാറുന്നയാള് എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. അങ്ങനെ നല്ല മാതൃക നൽകി കടന്നുപോയ സിസ്റ്ററിനെ ആ നല്ല മാതൃക അനുകരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. സ്വർഗത്തിൽ നിന്നുകൊണ്ട് സിസ്റ്റർ റോസെല്ല നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന പ്രത്യാശയോടുകൂടെ, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടെ നമുക്ക് ഈ പ്രാർത്ഥന ശുശ്രൂഷയിൽ പങ്കെടുക്കാം. ഈ അവസരത്തിൽ ഞാൻ നല്ലൊരു സിസ്റ്റർമാരെ 2 പേരെ സഭാ ശുശ്രൂഷയ്ക്കാൻ നൽകിയ കീഴ്പള്ളിക്കര ആലപ്പാട്ട് കുടുംബത്തെയും, പ്രത്യേകിച്ച് സിസ്റ്ററിന്റെ മാതാപിതാക്കളെയും നന്ദിയോടെ ദൈവത്തിന് മുമ്പിൽ നമ്മൾ ഓർത്തുകൊണ്ട് ഈ ശുശ്രൂഷ ആരംഭിക്കാം. അനുദപിക്കുന്ന ഭാവികളിൽ സങ്കീർണമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി വന്നിയെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ നിങ്ങൾ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. വിശ്വസ്തരായ വിദ്യാർത്ഥികളിലേക്ക് ദൈവത്തെ പ്രവേശിപ്പിക്കുവാനാകട്ടെ. ദൈവത്തിന്റെ ഭവനങ്ങളിൽ ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസായെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയിൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കൂടാശങ്ങൾ എന്റെ ആത്മാവിൽ കൃപാവനം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവജനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിന്നോട് ഞാൻ യാത്ര പറയുന്നു. സിസ്റ്റർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച സഹോദരിയെ ദൈവം നല്ല സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുവാനാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നീതിമാന്മാർക്ക് സ്വർഗ സൗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹ അവരോടുകൂടെ ഈ സഹോദരിയെയും തന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. അഭിവന്യ പിതാവും വൈദികരും പ്രൊവിൻഷ്യൽ സുപ്പീരിയർ കൗൺസിലേഴ്സ്, സിസ്റ്റേഴ്സ്, കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ എന്ന ഓർഡറിൽ അന്തിമ അഭിവാദനം അർപ്പിക്കേണ്ടതാണ്. അതിനുശേഷം ദേവാലയവാതിൽക്കൽ വെച്ച് കുടുംബാംഗങ്ങൾ മൃതദേഹം ഏറ്റുവാങ്ങി സിമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്നു. ജാഗ്രതയോടെ അനുദിനമുലയിൽ വിശ്രമമിന്നി അധ്വാനിച്ചു പ്രതിഫലമേകാൻ ദൈവകുമാരൻ താണുവരുന്നു. സൗഭാഗ്യത്തിൻ ജയമുടി നേടാൻ
പുതിയൊരു ജീവൻ പകരാൻ തോരും ദൈവകുമാരാ വത്സരസുതനേ കൈവെടിയരുതേ പൂർവ്വവെളിവിൻ പരിമളമെങ്ങും ആകിയ മലരേ പരമോന്നതമാം പ്രഭയോടു വീണ്ടും വിരിയുക വിണ്ണിൽ പ്രതിഫലമേകാൻ ദൈവകുമാരൻ പാടുക പൂർവ്വവെളിവിൻ പരിമളമെങ്ങും ആകിയ മലരേ പരമോന്നതമാം പ്രഭയോടു വീണ്ടും വിരിയുക വിണ്ണിൽ